മുന്നറിയിപ്പ് നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കാര്യമാണ്. കാരണം 71-ലെ യുദ്ധം ഒരിക്കലും പെട്ടെന്ന് അവസാനിപ്പിച്ചതല്ല. യുദ്ധത്തിന് ഒരു വിജയം കണ്ടിട്ട് ഇന്ദിരാഗാന്ധി യുദ്ധം അവസാനിപ്പിച്ചിട്ടുള്ളൂ. അതിന് പകരം പെട്ടെന്നൊരു വെടിനിർത്തലുണ്ടായതിൻ്റെ കാരണം എന്താണ് എന്ന് പ്രധാനമന്ത്രി ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യൻ പട്ടാളം വളരെ ആത്മാർത്ഥത്തോടുകൂടെ രാജ്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി ശക്തമായി പോരാടി. ആ പോരാട്ടത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും പാകിസ്ഥാൻ്റെ മർമ്മത്തടിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം വിനിയോഗിച്ചില്ല എന്നുള്ളൊരു ധാരണ ഇന്ത്യയിലുണ്ട്. അത് പട്ടാളത്തിൻ്റെ കുറ്റമല്ല, അവർക്ക് ഡയറക്ഷൻ കൊടുത്താണല്ലോ അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതായത് പൂർണ്ണമായിട്ട് തീവ്രവാദികളുടെ ഒരു തുടച്ചു നീക്കണമെങ്കിൽ പാകിസ്ഥാൻ ഇനി കുറേ കാലത്തേക്ക് തല പൊങ്ങാത്ത രീതിയിൽ ഒരടി കൊടുക്കാൻ കിട്ടിയൊരു സന്ദർഭമാണ്. പക്ഷേ അത് പെട്ടെന്നുള്ള വെടിനിർത്തലും ട്രംപിൻ്റെ അവകാശവാദവും അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും 71-ലെ സാഹചര്യം ഉണ്ടായിരുന്നു തവണ. അല്ലാതെ 71-ലെ സാഹചര്യം അല്ല 2025-ലുണ്ടായത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതേ സാഹചര്യം തന്നെയാണ്. അന്നും ഇന്നും ഇന്ത്യൻ പട്ടാളമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം. പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിൽ പട്ടാളം ഭരണം പിടിക്കുമ്പോൾ നമ്മുടെ പട്ടാളം ജനാധിപത്യം നിലനിർത്താനും ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി പോരാടുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട്. അത് ഇന്ത്യൻ പട്ടാളം നമുക്ക് അന്നും ഇന്നും അഭിമാനമാണ്. അപ്പോൾ അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ മോഡി സർക്കാർ തയ്യാറായില്ല എന്നുള്ളൊരു ആക്ഷേപം മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്.